കോൺഗ്രസിന് ഏറ്റവും ആധിപത്യമുള്ള മേഖല രാജസ്ഥാൻ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വോട്ട് ഷെയറിന്റെ കാര്യത്തിലായിരുന്നാൽ പോലും രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മാറ്റം BJPയെ അന്താളിപ്പിച്ചു. 11 സീറ്റുകളാണ് പ്രതിപക്ഷ പാർട്ടികൾ നേടിയെടുത്തത്. അതിൽ കോൺഗ്രസിന് 8 സീറ്റുകൾ. CPIM കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിച്ച് ഒരു സീറ്റ് ജയിച്ചു. ബാക്കി 2 സീറ്റുകൾ അല്ലാതെ. ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് തുടർഭരണം കിട്ടുമായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. അവരുടെ പടലപ്പിണക്കവും തമ്മിൽ തെല്ലും ചെളിവാരിയേറും കൊണ്ട് നഷ്ടപ്പെടുത്തിയത്, അതും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുത്തിയതാണ് രാജസ്ഥാൻ എന്ന സംസ്ഥാനം. അല്ലായിരുന്നെങ്കിൽ അശോക് ഗെഹ്ലോട്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം രാജ്യസഭയിലേക്കോ ദേശീയ രാഷ്ട്രീയത്തിലേക്കോ മാറിയിരുന്നിരുന്നെങ്കിൽ പോലും സച്ചിൻ പൈലറ്റ് ആ സംസ്ഥാനത്തെ വളരെ കരുതലോടെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. പകരം അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് യുവജനതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി. എന്നിട്ടും കോൺഗ്രസും BJP തമ്മിലുള്ള വോട്ട് ഷെയറിൽ കേവലം 1-2 ലക്ഷങ്ങളുടെ വോട്ട് ഷെയറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്കണം, രണ്ടുപേർക്കും കിട്ടിയ വോട്ട് ഷെയർ ഏകദേശം തുല്യമായി വരുന്ന ഒരു സാഹചര്യം. എന്നിട്ടും സീറ്റുകളിൽ 30ഓളം സീറ്റുകളുടെ വ്യത്യാസമുണ്ടായി. ഇതാണ് രാജസ്ഥാനിലെ കഥ. മധ്യപ്രദേശ് നമുക്കറിയാം കൊണ്ട് കളഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ രാജസ്ഥാനിൽ ഏറ്റവും ശക്തമായി തന്നെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വീണ്ടും ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2028 ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്നത്. 28 അവസാനം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയാണ്. തെലങ്കാനയിൽ ഭരണം നിലനിർത്തുന്നതിനോടൊപ്പം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തിരിച്ചു വരാൻ കഴിയുന്ന അവസ്ഥയാണ്. മധ്യപ്രദേശ് മാത്രമാണ് അത്ര ശുഭസൂചന ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 29-ൽ 29 സീറ്റുകളും തൂത്തുവാരിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം. ഇവിടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തി വരികയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഏതൊക്കെ രീതിയിൽ പ്രകമ്പനം കൊള്ളിച്ചാൽ, ഏതൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തിരിച്ചുവരവിന്റെ പാത ഒരുക്കാൻ കഴിയുമെന്ന്. അതായത് EVM പോലുള്ള സംവിധാനങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള, അതല്ലെങ്കിൽ അതിനകത്ത് ഒരു രീതിയിലും കലർപ്പില്ലാത്ത രീതിയിലുള്ള വോട്ട് രേഖപ്പെടുത്താൻ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനുള്ള രീതികൾ, ഇതൊക്കെ ദേശീയ കമ്മിറ്റി കൃത്യമായി ആലോചിച്ച് അതൊക്കെ പാർലമെന്റിലേക്ക് MP-മാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വിജയിപ്പിച്ചാൽ തീർച്ചയായും വലിയൊരു മാറ്റം തന്നെയായിരിക്കും.